നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പോലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ AI വിപ്ലവത്തിൽ മുന്നിട്ട് നിൽക്കുന്ന കമ്പനികളിൽ ഒന്നാണ് നമ്മുടെ ഗൂഗിൾ. വർഷങ്ങളായി AI റിസർച്ചിലും ഡെവലപ്മെൻറ്റിലും എല്ലാം ഗൂഗിൾ സജീവമായി രംഗത്തുണ്ട്. അവരുടെ നിരന്തരമായ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ പവർഫുള്ളായ AI മോഡലുകൾ പിറവിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് നടന്ന ഗൂഗിൾ I/O 2025 ഡെവലപ്പർ കോൺഫറൻസ് AI ലോകത്തെ സംബന്ധിച്ച് വലിയ നാഴികക്കല്ലായി മാറാൻ പോവുകയാണ്. ഗൂഗിളിൻ്റെ ഏറ്റവും പുതിയ AI മുന്നേറ്റങ്ങളും ഉൽപ്പന്നങ്ങളും ഈ വേദിയിൽ അവർ അവതരിപ്പിച്ചിരുന്നു. ആയിരക്കണക്കിന് ഡെവലപ്പർമാരും സാങ്കേതികവിദ്യ എക്സ്പേർട്സും പങ്കെടുത്ത ഈ കോൺഫറൻസിൽ AI എങ്ങനെ നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുമെന്ന് ഗൂഗിൾ വരച്ചു കാട്ടിയിട്ടുണ്ട്. ഗൂഗിളിൻ്റെ AI ലോകത്ത് നമുക്കെല്ലാം പരിചയമുള്ള ജെമിനി പുതിയ സാധ്യതകൾ തുറക്കുകയാണ് എന്നാണ് കോൺഫറൻസ് പറഞ്ഞു വെച്ചത്. നോക്കാം ഗൂഗിൾ I/O 2025 കോൺഫറൻസിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ്, ഒപ്പം ജെമിനി 2.5ൻ്റെ പ്രത്യേകതകളും. ഗൂഗിൾ പുറത്തിറക്കിയ ജെമിനി കുടുംബത്തിലെ ഏറ്റവും കരുത്തുറ്റ മോഡലുകളായ ജെമിനി അൾട്ര, അതിൻ്റെ പുതിയ ഫീച്ചറുകൾ ഇതെല്ലാം ഈ കോൺഫറൻസിൽ ഗൂഗിൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജെമിനി ലൈവ് ഒന്നുകൂടി നവീകരിച്ചത്. ഉപയോഗിക്കുന്നവർക്കെല്ലാം തത്സമയം AI സംവദിക്കാൻ സഹായിക്കുന്ന ജെമിനി ലൈവ് ഫീച്ചർ നമുക്കെല്ലാവർക്കും നമ്മുടെ മൊബൈലിൽ പോലും ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ അതിലേക്ക് ക്യാമറയും സ്ക്രീൻ ഷെയറിങ്ങും എല്ലാം കൂടി കൊണ്ടുവരുമെന്ന് ഗൂഗിൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി ജെമിനി ലൈവ് ഉപയോഗിച്ച് തങ്ങളുടെ ഫോൺ ഒരു വസ്തുവിലേക്ക് ചൂണ്ടി അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ, തത്സമയം സഹായം നേടാൻ, വിവരങ്ങൾ ശേഖരിക്കാൻ എല്ലാം ജെമിനി ലൈവിലൂടെ സാധിക്കും. ജെമിനി 2.5ൻ്റെ കഴിവുകളെ കൂടുതൽ വിപുലീകരിച്ചിട്ടുണ്ട്. ചിത്രങ്ങൾ ഉണ്ടാക്കാൻ Imagen4, വീഡിയോകൾക്കായി VO3, സംഗീതമുണ്ടാക്കാൻ ലിറിയ, ഇങ്ങനെ തുടങ്ങി ടെക്സ്റ്റുകളും ഇമേജുകളും വീഡിയോയും ഓഡിയോയും എല്ലാം സൃഷ്ടിക്കുന്നതിനുള്ള പുതിയ AI മോഡലുകളെ ഈ കോൺഫറൻസ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഫയർബേസ് സ്റ്റുഡിയോ, കൊളാബ് ഇങ്ങനെ തുടങ്ങിയ വിവിധ ഡെവലപ്പർ പ്ലാറ്റ്ഫോമുകളിൽ AIയുടെ സഹായം കൂടുതൽ ഫലപ്രദമാക്കുന്നത് എങ്ങനെയെന്നും ഡെവലപ്പർമാർക്ക് എളുപ്പത്തിൽ ആപ്ലിക്കേഷനുകൾ നിർമ്മിക്കാൻ ഇതെങ്ങനെ സഹായിക്കുമെന്നെല്ലാം ഗൂഗിളിൻ്റെ കോൺഫറൻസ് കാണിച്ചു തന്നിട്ടുണ്ട്. വിപ്ലവമായേക്കാവുന്ന മറ്റൊരു പ്രഖ്യാപനം ഗൂഗിൾ സെർച്ചിലെ AI മോഡ് ഇൻ്റഗ്രേഷനാണ്. എല്ലാവരും ഉപയോഗിക്കുന്ന ഗൂഗിൾ സെർച്ചിൽ പോലും AI ഉപയോഗിക്കുന്നതോടെ എങ്ങനെ കൂടുതൽ വേഗത്തിലും കൃത്യമായും വിവരങ്ങൾ നൽകുമെന്ന് കോൺഫറൻസിൽ പ്രഖ്യാപനങ്ങളുണ്ടായി. ഗൂഗിൾ I/O 2025 ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം അത് ജെമിനി 2.5 തന്നെയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്ത് ഗൂഗിൾ കൈവരിച്ച വലിയൊരു മുന്നേറ്റമാണ് ജെമിനി 2.5. ഇത് വെറുമൊരു അപ്ഡേറ്റ് മാത്രമല്ല, AI മോഡലുകളുടെ കഴിവുകളിൽ തന്നെ വലിയൊരു പൊട്ടൻഷ്യൽ ലീപ്പാണ് ജെമിനി 2.5 നടത്തിയിരിക്കുന്നത്. ജെമിനി സീരീസിലെ ഏറ്റവും പുതിയ, ഏറ്റവും പൊട്ടൻഷ്യലുള്ള, ഏറ്റവും മികച്ച മോഡലാണിത്. ഇതിന് ടെക്സ്റ്റ്, ചിത്രങ്ങൾ, ഓഡിയോ, വീഡിയോ ഇങ്ങനെ വിവിധ തരം വിവരങ്ങൾ മനസ്സിലാക്കാനും അതെല്ലാം വിശകലനം ചെയ്യാനും പ്രതികരിക്കാനും കഴിയും. അതുകൊണ്ട് തന്നെ മൾട്ടി മോഡൽ എന്നാണ് ജെമിനി 2.5നെ വിളിക്കുന്നത്. ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, എൻഹാൻസ്ഡ് റീസണിങ് കേപ്പബിലിറ്റീസ് ആണ്. സങ്കീർണമായ പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും അവയ്ക്ക് യുക്തിസഹമായ പരിഹാരങ്ങൾ കണ്ടെത്താനും ജെമിനി 2.5ന് സാധിക്കുന്നു. ഗൂഗിൾ I/Oയിൽ അവതരിപ്പിച്ച ഡീപ് തിങ്ക് എന്ന പുതിയ മോഡ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കണക്ക് പരീക്ഷകളിലും സങ്കീർണമായ കോഡിംഗ് പ്രശ്നങ്ങളിലുമെല്ലാം പരിഹാരം കണ്ടെത്തുന്ന രൂപത്തിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. വളരെ വലിയ കോണ്ടെക്സ്റ്റ് വിൻഡോ ആണ് മറ്റൊരു പ്രത്യേകത. ഏതൊരു AI മോഡലിനും ഒരു സമയം എത്ര വിവരങ്ങൾ ഓർമ്മിക്കാനും പ്രോസസ്സ് ചെയ്യാനും കഴിയുന്നു എന്നതിനെയാണ് കോണ്ടെക്സ്റ്റ് വിൻഡോ എന്ന് പറയുന്നത്. ജെമിനി 2.5ന് 1 ദശലക്ഷം ടോക്കണുകൾ വരെ ഉൾക്കൊള്ളാൻ സാധിക്കുമത്രേ. അതായത് ഒരുപാട് വലിയ പുസ്തകങ്ങൾ, മണിക്കൂറുകളോളം ദൈർഘ്യമുള്ള വീഡിയോകൾ, വലിയ കോഡിംഗ് ഫയലുകൾ ഇതെല്ലാം ഒറ്റയടിക്ക് വായിച്ച് മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും ഇതിന് കഴിയും. ഇത് കൂടുതൽ കൃത്യമായ സമഗ്രമായ പ്രതികരണങ്ങൾ നൽകാൻ സഹായിക്കുന്നു. നേറ്റീവ് മൾട്ടി മോഡൽ കഴിവുകളാണ് മറ്റൊന്ന്. ടെക്സ്റ്റ്, ഓഡിയോ, ഇമേജ്, വീഡിയോ ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ഫയലുകളും ഒരേ സമയം മനസ്സിലാക്കുന്നുവെന്നതാണ് ഈ കഴിവ്. ഉദാഹരണത്തിന് ഒരു വീഡിയോ കണ്ടുകൊണ്ട് അതിലെ സംഭാഷണങ്ങൾ കേട്ട് ചിത്രങ്ങളിലെ വിവരങ്ങൾ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ ഇതിന് കഴിയും. മറ്റൊന്ന് അഡ്വാൻസ്ഡ് കോഡിംഗ് കഴിവുകളാണ്. കോഡിംഗ് ചെയ്യാൻ, അതുപോലെ തന്നെ വിവിധ കോഡ് ഫയലുകൾ മനസ്സിലാക്കാൻ എല്ലാം
ജെമിനി 2.5 വളരെയധികം വലിയ കഴിവുകളുണ്ട്. ഗൂഗിൾ I/O കോൺഫറൻസിൽ ജെറ്റ് പാക്ക് കമ്പോസ്, ഫ്ലട്ടർ പോലുള്ള ഫ്രെയിംവർക്കുകൾ ഉപയോഗിച്ച് യൂസർ ഇന്റർഫേസ് കോഡ് സൃഷ്ടിക്കുന്നതിനുള്ള ജെമിനി 2.5 കഴിവുകൾ എടുത്തു കാണിച്ചിരുന്നു. മറ്റൊരു പ്രത്യേകത സ്വാഭാവികമായി ഉണ്ടാകുന്ന ഓഡിയോ ഔട്ട്പുട്ടുകളാണ്. ജെമിനി 2.5 കൂടുതൽ സ്വാഭാവികമായ ശബ്ദത്തിൽ സംസാരിക്കാൻ കഴിയും. ഇത് സംഭാഷണങ്ങളെ കൂടുതൽ മനോഹരമാക്കും. ഗൂഗിൾ I/Oയിൽ ഈ ഫീച്ചർ 24 ഭാഷകളിൽ ലഭ്യമാക്കുമെന്നും സംഭാഷണങ്ങൾക്കിടയിൽ സ്വാഭാവികമായി ഭാഷ മാറാൻ പോലും ഇതിന് കഴിയുമെന്നും പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജെമിനി 2.5 ഉപയോഗിച്ച് ചെയ്യാവുന്ന 30 കാര്യങ്ങൾ എന്നൊരു വീഡിയോ ഗൂഗിൾ യൂട്യൂബിലൂടെ പുറത്തിറക്കിയിട്ടുണ്ട്. നമ്മുടെ ഐഡിയകളെ ഇമേജ്, വീഡിയോ, ഓഡിയോ ഇങ്ങനെ എല്ലാ രൂപത്തിലേക്കും ഒരേ സമയം കൊണ്ടുവരാം. 3D ഒബ്ജക്റ്റുകൾ പോലും നിർമ്മിക്കാം. വരച്ചു കൊടുത്താൽ അതിനെ ഏത് ഡയമെൻഷൻ രൂപത്തിലും ക്രിയേറ്റ് ചെയ്ത് ജെമിനി നമുക്ക് തിരിച്ചു തരും. വിദ്യാർത്ഥികൾക്ക് പഠന സഹായത്തിനായി ഉപയോഗിക്കാം. പഠന പദ്ധതികൾ ഉണ്ടാക്കാം, വിഷയങ്ങൾ സംഗ്രഹിക്കാം, ക്വിസുകൾ സൃഷ്ടിക്കാം, സംശയങ്ങൾ ചോദിക്കാം. ഇങ്ങനെ സാധാരണ ചെയ്യുന്ന ജെമിനി സഹായങ്ങൾക്ക് പുറമെ അധ്യാപകർക്ക് പാഠ്യപദ്ധതികൾ വ്യക്തിഗതമാക്കാൻ പോലും ഇത് ഉപകാരപ്പെടും. ഉള്ളടക്കം നിർമ്മിക്കുന്ന കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് അവർക്ക് ലേഖനങ്ങൾ എഴുതാൻ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഉണ്ടാക്കാൻ, പോഡ്കാസ്റ്റുകൾ എഴുതാൻ, വീഡിയോ എഡിറ്റിങ്ങിന് പോലും ജെമിനി 2.5 ഒരു മുതൽക്കൂട്ടാവുകയാണ്. ഗൂഗിൾ I/Oയിൽ അവതരിപ്പിച്ച ഇമേജൻ 4, VO3 പോലുള്ള പുതിയ AI മോഡുകൾ ജെമിനി 2.5 സഹായത്തോടെ കൂടുതൽ മികച്ച ചിത്രങ്ങളും വീഡിയോകളും സൃഷ്ടിക്കാൻ നമ്മളെ സഹായിക്കും. മാർക്കറ്റ് വിശകലനം ചെയ്യാൻ, റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ, ഉപഭോക്താക്കളുമായി സംവദിക്കാൻ, എന്തിന് ക്രൂഷ്യലായ ബിസിനസ് തീരുമാനങ്ങൾ എടുക്കാൻ പോലും ജെമിനി 2.5 ലോകമെങ്ങും ഉപയോഗിക്കാൻ പോവുകയാണ്. കോഡിംഗ് ചെയ്യാൻ, കോഡിലെ തെറ്റുകൾ കണ്ടെത്താൻ, പുതിയ ഫീച്ചറുകൾ നിർമ്മിക്കാൻ എല്ലാം ഡെവലപ്പർമാർക്കും ജെമിനി 2.5 സഹായകമാവുകയാണ്. ദൈനംദിന കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ, യാത്രകൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ വ്യക്തിഗത ജീവിതത്തിൽ വരെ ജെമിനി 2.5 ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ആശയം പറഞ്ഞാൽ നിമിഷങ്ങൾക്കകം ജെമിനി 2.5 ഒരു പ്രൊഫഷണൽ വെബ്സൈറ്റ് ടെംപ്ലേറ്റ് നമുക്കുണ്ടാക്കി നൽകും. വലിയ ഫയലുകൾ ഒരുമിച്ച് എഡിറ്റ് ചെയ്യാൻ പോലും ജെമിനിക്ക് സാധിക്കുന്നു. ഇങ്ങനെ AI സാങ്കേതികവിദ്യ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ I/O 2025 പ്രഖ്യാപനങ്ങളോടെ ജെമിനി 2.5 പോലുള്ള മോഡലുകൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ എളുപ്പമാക്കും, കാര്യക്ഷമമാക്കും. വരും കാലങ്ങളിൽ ഇതിൻ്റെ കഴിവുകൾ ഇനിയും വർദ്ധിക്കുമെന്നും കൂടുതൽ പുതിയ ആപ്ലിക്കേഷനുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്നും നമ്മൾ പ്രതീക്ഷിക്കണം.